ഹായ് ഗായ്സ്, അപ്പോൾ 78ാമത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. ഒരു പുതിയ പ്രൊമോ ആണ്. അപ്പോൾ അനുമോളിനോടാണ് കുറേ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് അനുമോൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കി എന്തൊക്കെ അവിടെ വഴക്കായിരുന്നു? ഷാനവാസ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരിക്കലല്ല. ഈ കോമൺ ആയിട്ടുള്ള സാധനം തന്നെയാണ് രാത്രി കടലമാവായിട്ട് ഉണ്ടായിരുന്നത്. അത് കടലമാവ് കോമൺ അല്ലെന്ന് പറഞ്ഞേട്ടോ. അത് കോമൺ അല്ല. അങ്ങനല്ല ലാലേട്ടാ. അനുമോള് ഒരു ദിവസം തന്നെ ഫുഡിന്റെ കാര്യത്തിന് പല ആൾക്കാരോട് പല നിലപാടെടുക്കുന്നതിനോട് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ ഒരു നിലപാട്, ഉച്ചയ്ക്ക് ഒരു നിലപാട്. വല്ലാത്തൊരു നന്മപരം പൂത്ത് അവിടെ ഇങ്ങനെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്തൊക്കെ കൊടുത്തയക്കാൻ പ്ലാൻ ചെയ്താൽ ഒന്നും തരുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി. ഇന്നും അങ്ങനെ തന്നെ ഇന്നലത്തെ അതേ ഡ്രാമ ഇന്നും കളിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു വെറുതെ പ്രൊമോട്ട് കളിക്കാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ ഇന്നലത്തെ അതേ ഒരു രീതി തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ ഇതൊന്നും അല്ല സത്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഓൺലി ഒരു ഡ്രാമ. ബിഗ് ബോസ് ഒരു ഡ്രാമ കാണിക്കുന്നു. ആരെയോ എവിറ്റാക്കാൻ നോക്കുന്നു, ഒരാളെ സേഫ് ആക്കാൻ നോക്കുന്നു. ഇന്ന് അക്ബറിനും ലക്ഷ്മിക്കും എവിക്ഷൻ സമയത്തിന് ഒരു സമയമാണ്. ഒരു വിക്ടിം കാർഡ് കളിക്കുന്ന ഒരു സമയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൊമോ ഒരുപാട് കേൾക്കണമെന്ന് നമുക്ക് പ്രൊമോൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് അക്ബറും ലക്ഷ്മിയും പോകുന്ന കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ചും കൂടി ഒരു പ്രൊമോ നമുക്ക് ഇട്ടേക്കാം. അക്ബർ ലക്ഷ്മി ആരായിരിക്കും എൻ്റെ അടുത്ത് വരുന്നത് എനിക്കറിയില്ല. ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നത്? പ്രാവശ്യം കാറിലാണ് ഇവർ വെസ്റ്റേണിലേക്ക് പോകുന്നത്. ഈ കാറുകളിൽ കയറിപ്പോകുന്ന നിങ്ങളിൽ ഒരാൾ മാത്രം ഇവിടേക്ക് തിരിച്ചു വരും. മറ്റൊരാൾ ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും. ബിഗ് ബോസ് രണ്ട് കാറ് വരും. ആ രണ്ട് കാറിൽ ഇവർ കയറും, പിന്നെ അവർ തിരിച്ചു പോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം കളിക്കാൻ പോകുന്നത്. പക്ഷേ ഒന്നും മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള എവിക്ഷൻ തന്നെയാണ്. അങ്ങനെയാണ് ബിഗ് ബോസ് ഇതുവരെ കളിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലാണ്, ഒരു ബ്രേക്കാണ്. അവർ അവിടെ നിന്ന് അവരുടെ ഗെയിം അവസാനിപ്പിച്ച് ഗെയിമറേ അല്ലാതെ പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഗെയിമിനെ നമ്മൾ കണക്കൂട്ടുന്നത്. പക്ഷേ ഇന്നലെ ലാലേട്ടൻ വന്ന കുറേ കാര്യങ്ങളിൽ എക്സ്പോസ്ഡായി. അപ്പോൾ ആ എക്സ്പോസ്ഡായ കാര്യത്തെ നമ്മൾ നിലവാരം കൊണ്ട് അളക്കുകയാണ് എന്നതാണ്. വളരെ ചീപ്പായ ഒരു ഗെയിമായി പോയി. ഇന്നലത്തെ സ്ട്രാറ്റജിയും ഇന്നലത്തെ അക്ബറിനോടുള്ള പിന്തുണയും ഒക്കെ വളരെ ഒരു ഡ്രാമാറ്റിക്കൽ ഡ്രാമ, ഒരു കോഡ് റൂമായി മാറുന്ന ഒരു സംഭവമൊക്കെ. ഒരു വെള്ള പൂശുക എന്നൊക്കെ അതിനെ പറയും. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ, ഒരു ഇക്വാലിറ്റി ഇല്ലാതെ, ഒരു ജെനുവിനിറ്റി ഇല്ലാതെ നമ്മൾ അവരെ എങ്ങനെയാണ് ഒരു മോശക്കാര് എന്ന് പറയാൻ കഴിയുക? നന്മമരമുണ്ട്, നന്മയുണ്ട്, തിന്മയുമുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഉണ്ടായാലേ ഈ ലോകം ഉണ്ടാവുകയുള്ളൂ എന്നത്. ഈ ഭൂമി നന്മയും തിന്മയും രണ്ടിനെയും അളക്കണം. ഒരേ പാത്രത്തിൻ്റെ രണ്ട് നാണയങ്ങളാണ് ഇവർ. അപ്പോൾ ആ നാണയങ്ങളെ നമ്മൾ വേർതിരിച്ച് കാണുന്നില്ല. അപ്പോൾ ഒരേ കോയിനിലെ രണ്ട് നാണയ വശങ്ങളാണ്. അപ്പോൾ ആ വശങ്ങളെ നമ്മൾ ഒരിക്കലും മാറ്റിക്കളയരുത്. സമയ സന്ദർഭങ്ങൾ നോക്കി അതിനനുസരിച്ചൊരു ബിഹേവ് കൊടുക്കാതെ, ലാലേട്ടൻ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ പോരായ്മകളുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകാതെ എന്താണ് പറയേണ്ടത് അതേ രീതിയിൽ തന്നെയാണോ ഇന്നും വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് വീക്കെൻഡിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ. പക്ഷേ ഈ രണ്ട് പ്രൊമോവും എന്താണ് നമുക്ക് കണക്കിലെടുക്കുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല. അക്ബർ സേഫ് ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലക്ഷ്മി പുറത്തു പോകാൻ ഏകദേശം സേഫ് അല്ല. ലക്ഷ്മിയെ എന്തായാലും പുറത്താക്കണമെന്ന് ബിഗ് ബോസ് വിചാരിച്ച് വോട്ടിങ്ങിൻ്റെ കുറവാണോ എന്തിൻ്റെ കുറവാണോ എന്നും നമുക്കറിയില്ല.
എന്താണ് ഇവിടെ സംഭവിക്കുക എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു രീതിയാണ് ബിഗ് ബോസിൻ്റെത്. അപ്പം ആ ഒരു രീതി കൊണ്ട് തന്നെ ബിഗ് ബോസിൻ്റെ പല ഗെയിമുകളുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടേയിരിക്കുന്നത് വളരെ അരോചകമായി മാറപ്പെടുകയാണ്. അപ്പോൾ നമുക്കത് ഒരു മനസ്സിലാകുന്നില്ല എന്താണ്. ഇപ്പം ഇന്നും അനുമോളിനെ ഒരുപാട് ട്രോളുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ആ ഒരു പ്രശ്നം നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായി ഡിസിഷൻ എടുക്കുന്നില്ല. ലാലേട്ടൻ വണ്ടർ അടിച്ച പോലെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ലാലേട്ടന് പറ്റി എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിലേക്കാണ് ആ പോക്ക്. അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡും കൂടി കാണാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഈസ് നോട്ട് ഡ്രോപ്പ്. അപ്പോൾ ഒരാൾ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവർ പോകുമ്പോൾ ആ ഒരു വേദനയും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളെയൊക്കെ കാര്യങ്ങളായി പറഞ്ഞ് ആ വിഷമങ്ങളെ താണ്ടിയാണ് ഇന്ന് ഈ എവിക്റ്റഡ് എന്ന് പറയുന്ന ഒരു ഷോ നടക്കുന്നത് തന്നെ. അപ്പോൾ ഒരുപാട് എൻ്റെ മോൾ ഷേനും ഏഷ്യാനെറ്റും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഈ ഒരു കോണ്ടന്റ് നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നില്ല എന്നത് തന്നെ വളരെ നിരാശയാകുന്ന കോണ്ടന്റ്. 7ന്റെ പണി എന്ന് പറഞ്ഞിട്ട് 8ന്റെ പണിയാണ് ബിഗ് ബോസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പണി എന്തിനാണ് വാങ്ങിച്ചു കൂട്ടുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് നെഗറ്റീവുകൾ, പോസിറ്റീവിനെ ചുരുക്കാതെ രണ്ടിനെയും തുല്യമായ രീതിയിൽ നിൽക്കുക എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രോമിസ് എന്ന പേരിൽ അറിയപ്പെടാൻ ഈ ആഴ്ചത്തെ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നിമിഷങ്ങളാണ്, ഇനി സമയങ്ങളില്ല, ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ആ തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സമയത്തിനാണ് കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനാണ് നമ്മളും പ്രേക്ഷകരും ഒരുപോലെ നിന്നുകൊണ്ട് ആ വിധിക്ക് വേണ്ടി കാത്തിരിപ്പിലാണ്. ആ കാത്തിരിപ്പിലൂടെ നമ്മൾ പ്രേക്ഷകർ ഒരു വിന്നറെ ഏറ്റെടുക്കും. ആ വിന്നറെ സമൂഹത്തിലേക്ക് ഇറക്കി വിടും. ആ സമൂഹം അവരെ ഏറ്റെടുക്കും. അവർ ആരായാലും നമുക്ക് പ്രശ്നമില്ല. ബിഗ് ബോസ് 7ന്റെ പണി എന്ത് കളിയാ കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരണം. നിങ്ങളുടെ കളി അതാണ് നമുക്കറിയേണ്ടത്. ബൈ ഫോർ എവർ.